Hi friends, എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ ഒരു ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഓണക്കിറ്റ് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന ഓണക്കിറ്റിന് ഒരു കിറ്റിന് 500 രൂപയാണ് വില വരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 500 രൂപയാണ് ആ ഒരു കിറ്റിന് ചിലവ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സാധനങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു കിറ്റിലുണ്ടാകുന്ന സാധനങ്ങൾ വില നമ്മൾ സാധാരണ കടയിൽ നിന്നും വാങ്ങുന്ന സമയത്ത് 369 രൂപയാണ് വരികയുള്ളൂ എന്നും, അതുപോലെ തന്നെ നമ്മൾ സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലയിൽ നിന്നും വാങ്ങുന്ന സമയത്ത് ആകെ ഈ ഒരു കിറ്റിലുള്ള സാധനങ്ങൾക്ക് 320 രൂപയുമാണ് വരിക എന്നാണ് ഈ ഒരു മെസ്സേജിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നവർ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ നമ്മുടെ സാധാരണ കടയിലെ വിലയും അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലയിലെ വിലയും, അതായത് മാവേലി സ്റ്റോറിലെ വിലയും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഐറ്റങ്ങൾ, അത് 11 ഐറ്റം സാധനങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും നൽകിയിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ 500 ഗ്രാം സാധാരണ മാർക്കറ്റ് വില 82, അതുപോലെ തന്നെ മാവേലിയിൽ 65, മുളക് പൊടി ഒരു പാക്ക് 24, മാവേലിയിൽ 22, സാമ്പാർ പൊടി ഒരു പാക്ക് 26, മാവേലിയിൽ 24, മഞ്ഞൾപ്പൊടി ഒരു പാക്ക് 19, മാവേലിയിൽ 18, വെല്ലം 1 കിലോ, വെല്ലം എന്നുള്ളത് ഗോതമ്പ് നുറുക്കാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അതിൽ 50, അതിൽ രണ്ടും ഈക്വലായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു പാക്ക് 16 രൂപയാണ് നമ്മുടെ സാധാരണ ഷോപ്പിലെ വിലയും, അതുപോലെ തന്നെ 14 മാവേലി സ്റ്റോറിലെ വില. അതുപോലെ തന്നെ പഞ്ചസാര, പപ്പടം, റവ, ചെറുപയർ, സേമിയ, അതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോൾ 369 നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന റേറ്റ് വരുന്നത്, 320 മാവേലി സ്റ്റോറിലെ വിലയും. അപ്പോൾ ബാക്കിയുള്ള ക്യാഷ്, ഈ ഒരു 500 രൂപയിൽ നിന്നും ബാക്കിയുള്ള ക്യാഷിനെ കുറിച്ചിട്ടുള്ള ചോദിച്ചിട്ടുകൊണ്ടുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 88 ലക്ഷത്തോളം കിറ്റുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരുപാട് സംഖ്യ അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയവുമായിട്ടാണ് ആ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക.